ജീവിതം ഒരു സ്വതന്ത്രമാണ്. നമ്മള് ഒരു നിശ്ചിത അളവിലേക്ക് ഇവിടെ ജീവിക്കാൻ വന്നിരിക്കും. നമ്മൾക്ക് പരിമിതമാണ് ഈ ആയുസ്. എപ്പം നമ്മള് മരിക്കുന്നതിനൊരു കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് മരിക്കാം. ജനിച്ചാൽ എന്തായാലും മരിച്ചേ പറ്റുള്ളൂ. മരണം ഒരു പ്രശ്നമേ അല്ല. പക്ഷെ നാം ജീവിക്കുന്നത് ഒരിക്കലും ഒരു മിഥ്യാബോധത്തിലാവരുത്. നമ്മുടെ എല്ലാത്തിനും നമുക്ക് തൃപ്തി ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ലഭിക്കുമെന്നുള്ള രീതിയിൽ നമ്മുടെ ആന്തരിക ഘടന ഒരു സമുദ്രം പോലെയാണ്. അത് എന്നും തന്നെ നമ്മളിൽ ആനന്ദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാനന്ദത്തെ, ശാന്തിയുടെ അവസ്ഥ. നാം ജീവിതത്തിന്റെ ഈ വശങ്ങളെ നാം അറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ എന്തിനും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. എൻ്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ സർപ്പബലിയുടെ ചോദിച്ചപ്പോൾ, ഗുരുജി അങ്ങനത്തെ ഇപ്പം ഈ പൂജാരിമാരെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്, അങ്ങ് പ്രാണനും പ്രാണവിദ്യയും രാജയോഗയും സാസാര യോഗയൊക്കെ പറഞ്ഞിരുന്നിട്ട് പാത അല്ലെങ്കിൽ സർപ്പാരാധന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അങ്ങ് എന്തിനാ പ്രാധാന്യം കൽപ്പിക്കുന്ന ശിഷ്യൻ എന്നോട് ചോദിച്ചു. നോക്കൂ, എന്റെ ഈ സത്യം തന്നെയാണ് ഞാൻ അതിലൂടെയും വെളിപ്പെടുത്തുന്നത്. ഈ പരമാനന്ദത്തിലേക്കുള്ളൊരു വേറൊരു വഴിയാണ് ഈ ആരാധന ക്രമീകരണത്തിലൂടെ കാണിച്ചു നൽകുന്നത്. പല ഈവൻസിലും എനർജി ഹയർ ആകുമ്പോൾ പലരുടെ ഉള്ളിലിരിക്കുന്ന ചില അബോധാവസ്ഥയിലിരിക്കുന്ന ചില എനർജീസ് അവരിൽ പ്രകടമാകുന്നത് കണ്ടിട്ടുണ്ട്. ചിലരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്താലും അവർക്കൊരു അപ്ലിഫ്റ്റ്മെന്റ് അവരുടെ മെറ്റീരിയലായിട്ടും സ്പിരിച്വാലിറ്റിയിലും ഉണ്ടാകുന്നതും കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാന രീതിയിൽ ഞാൻ മനസ്സിലാക്കി, പലപ്പോഴും എനർജി ഹയർ ആവുന്ന സമയത്ത് ചില കുട്ടികളാണെങ്കിൽ പോലും അവർക്കുണ്ടാവുന്ന എനർജി തലത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അവർ ഉള്ളിൽ കിടക്കുന്ന എനർജീസിൽ. അപ്പം ഇതിന്റെയൊക്കെ ഉള്ള ഒരു പരിഹാര ക്രമീകരണമായിട്ടാണ് സർപ്പാരാധനയും സർപ്പബലിയൊക്കെ ഞാൻ പറയുന്നത്. അല്ലാതെ ട്രാക്ക് മാറി ഇത് പൂജാ രീതികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ല. അങ്ങനത്തെ രീതിയിൽ എപ്പോഴും പ്രാണവിദ്യ തന്നെയാണ്. എപ്പോഴും ഈ ശരീരം പഞ്ചഭൂതമാണ്. പഞ്ചഭൂതത്തിൽ വരുന്നതാണ് എല്ലാം തന്നെ. അഗ്നിയാണെങ്കിലും ജലമാണെങ്കിലും നമ്മൾ കത്തിക്കുന്ന ഹോമമാണെങ്കിലും നമ്മൾ കഴിക്കുന്ന എല്ലാം തന്നെ ഈ പൂജാരാധന പഞ്ചഭൂത ശുദ്ധിയുടെ ഒരു ക്രമീകരണമാണ്. അതിന് ഇപ്പോൾ നല്ല വായു വരുന്നുണ്ട്. ഈ വായു തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തെ. നമുക്ക് എന്തെന്നില്ലാത്തൊരു ശാന്തി കിട്ടുന്നുണ്ട്. അപ്പം ഈ ക്രമീകരണം തന്നെയാണ് നമ്മൾ വേറൊരു ഊർജ്ജ തലത്തിലും നമ്മളിൽ ക്രമീകരിക്കുന്നത്. അപ്പം ജീവൻ എപ്പോഴും സ്വതന്ത്രമാണ്. അത് എവിടാണോ ആ പരമമായുള്ള സത്യത്വമായി ചേരുന്നത്, അതൊരിക്കലും മനസ്സിന്റെ ഒരു തോന്നലല്ല അസ്തമിക്കും. അതെല്ലാം നമ്മുടെ ചെറിയ സമയത്തേക്കുള്ളൂ. പക്ഷെ എന്നാണോ നമ്മൾ യഥാർത്ഥത്തിൽ ആ പരമാത്മാവായിട്ട് ചേരുന്നത്, അന്ന് നമ്മുടെ ജീവിതം വളരെ സ്വതന്ത്രമായിരിക്കും. ഒരു നദിക്ക് പേടിക്കേണ്ട എവിടെ എത്തിച്ചേരുമെന്ന്, സമുദ്രത്തിലേക്ക് എത്തിച്ചേരും. അതേപോലെ നമ്മുടെ ജീവിതവും ആ സത്യം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. നമസ്കാരം.